Hello everyone, welcome to Nafi the Educator. It's me and Nafi. Yes, നിങ്ങൾ കാത്തിരുന്ന നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഒഫീഷ്യലി ഇപ്പോൾ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റിസൾട്ട് ഒന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിൽ മാർക്ക് കൂടിയിട്ടുണ്ട്, നിങ്ങൾ എത്ര സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്തിരുന്നു, ഇമ്പ്രൂവ് ചെയ്ത എല്ലാ സബ്ജക്റ്റിലും മാർക്ക് കൂടിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഏതൊക്കെ സൈറ്റിലൂടെയാണ് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് അറിയാൻ പറ്റുന്ന കാര്യം നമ്മൾ കമൻറ്റ് ബോക്സിൽ 2-3 സൈറ്റ് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഇത് വെച്ചിട്ടുണ്ട്. ആ സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിച്ച് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതേപോലെ എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സിന് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്മുടെ നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്ന കാര്യം അറിയാത്തവരുണ്ടോ, കുറേ ആൾക്കാർക്ക് അറിഞ്ഞിട്ടുണ്ടോ, ചില ആൾക്കാർക്ക് നോക്കിയിട്ടുണ്ടോ, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്, +1 ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് എന്ന് പറയും. ഇനി നിങ്ങളുടെ +2 റിസൾട്ടാണ് അടുത്ത നിങ്ങൾ കാത്തിരിക്കുന്നത്. അപ്പോൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്ന സ്ഥിതിക്ക് അടുത്ത ആഴ്ചയിൽ ഏതെങ്കിലും ദിവസം അല്ലെങ്കിൽ ഒരു മെയ് 3rd വീക്കോട് കൂടി നിങ്ങളുടെ +2 റിസൾട്ടും എന്ത് ചെയ്യും, വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ +2 റിസൾട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾ വരാനുള്ള ഡേറ്റ് നമുക്ക് കിട്ടുകയും നമ്മൾ എന്ത് ചെയ്യും, ഒഫീഷ്യലായിട്ട് നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതി റിസൾട്ട് വന്ന് കൂടിയിട്ടുണ്ടാകും, കുറഞ്ഞാൽ നിങ്ങൾ പേടിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എക്സാം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്സ് ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിലും പേടിക്കേണ്ട, ഏറ്റവും കൂടിയ മാർക്ക് ഏതാണോ അതാണ് പരിഗണിക്കണം. ഒരുപാട് കുട്ടികളുടെ ഡൗട്ടാണ്, ഇപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതി കഴിഞ്ഞ് എനിക്ക് മാർക്ക് കുറഞ്ഞാൽ എൻ്റെ പഴയ മാർക്ക് ഇല്ലാതാവുമെന്ന്. അങ്ങനെ ഒരിക്കലും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതി നിങ്ങൾക്ക് ആദ്യം 23 മാർക്കായിരുന്നു, ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് 18 മാർക്കാണ് കിട്ടിയെങ്കിലും ഏറ്റവും കൂടുതലുള്ള മാർക്ക് ഏതാണോ അതാണ് അവരുടെ വാല്യൂഷൻ ഇതിൽ നമ്മുടെ എന്താ പറയുക, ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, മാർക്ക് ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യുക, അവർ കൺസിഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതി മാർക്ക് കുറഞ്ഞ ആളുകളാണെങ്കിലും നിങ്ങൾ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടിയ മാർക്ക് ഏതാണോ അതാണ് അവരുടെ മാർക്ക് ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യാന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ വിവരം അറിയാത്ത ആളുകളുണ്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യുക, ഒന്ന് മാക്സിമം ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് ഡേറ്റ് വന്നത് അറിയാത്തവരുണ്ടോ അവരോടൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, പിന്നെ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സിനായിട്ട് നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോ. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. 8ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള എല്ലാ എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സും ഇതിൽ കിട്ടും. അപ്പോൾ ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.